ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൈകിട്ടിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഭാരവാഹികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്ത് അനേകരെ കർത്താവായിട്ട് ആദായപ്പെടുത്തുവാൻ ദൈവം പ്രിയപ്പെട്ടവരുടെ സഹായികളെ നമുക്ക് തുടർന്നും അവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. അനുഗ്രഹീതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വൈകിട്ടിനെ വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിലുള്ള ഐക്യത എന്ന വിഷയത്തെക്കുറിച്ച് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ ഓർമ്മിച്ച കാര്യം എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണെന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രചോദനങ്ങൾ ഈ വേദവാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രചോദനങ്ങൾ അത് മനസ്സിലാക്കി അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി ക്രിസ്തുവിലുള്ള ഐക്യത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായിട്ട് വീണ്ടും ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഈ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരു ജോലിയാണ്. ഇറ്റ്സ് എ വർക്ക്. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ഇറ്റ് ഈസ് എ വർക്ക്. നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഭൂരിഭാഗം വിശ്വാസികൾ. ഒരുപക്ഷെ നാം ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, എന്തിന് ഞാൻ ഇതിൽ ഇടപെടണം? ഒരുപക്ഷെ ഞാൻ ഇതിൽ ഇടപെട്ടാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമോ അതോ അവർ നിരാകരിക്കുമോ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരാറുണ്ട്. മാത്രമല്ല, ഒരുപക്ഷെ നാം ചിന്തിക്കും, ഞാൻ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ ഒരുപക്ഷെ ഈ പ്രശ്നം എങ്കിലും സങ്കീർണമായി തീരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും ഈ നിലയിലുള്ള ആശങ്കകൾ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ പ്രശ്നങ്ങൾ ഏത് നിലയിലും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്ന അനേക വിശ്വാസികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് എളുപ്പത്തിൽ ഒഴിവാക്കി അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോകാനാണ് പലപ്പോഴും പലരും ശ്രമിക്കുക. മാത്രമല്ല, മറ്റൊരു പ്രത്യേകമായിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടുന്നത്, ചിലപ്പോൾ മറ്റു സ്വഭാവങ്ങളുമായി വൈരുദ്ധ്യങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുമ്പോൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ പലപ്പോഴും പലരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയുണ്ട്. അതെന്താണ്? പലരും തിരഞ്ഞെടുക്കുന്ന എളുപ്പമാർഗം എന്ന് പറയുന്നത് ആ സ്ഥലം സഭ വിട്ടിട്ട് വേറൊരു സ്ഥലത്തിൽ പോയി ചേരുന്നത്. അതാണ് പൊതുവെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വയചാർച്ചയില്ലായ്മ അവരുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം സഭയെ വിട്ട് മറ്റേതെങ്കിലും സ്ഥലം സഭയിൽ ചെന്ന് ചേർക്കുവാനായിട്ടാണ് പലപ്പോഴും പലരും ശ്രമിക്കുന്നത്. അതാണ് ഇപ്പോൾ നാം കാണുന്ന, ഇപ്പോൾ പലരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. എന്നാൽ നാം പുതിയ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം പുതിയ നിയമ സഭകളിൽ വേദപുസ്തകത്തിൽ നാം എവിടെയും വായിക്കുന്നില്ല. കാരണം ഒരു പട്ടണത്തിൽ ഒരു സഭ, അങ്ങനെയാണ് നാം ആദ്യ കാലഘട്ടത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഈ സഭ വിട്ടിട്ട് വേറൊരു സഭയിലേക്ക് പോകാനുള്ള സാഹചര്യം അവർക്കില്ല. ഒരു സഭയേ ഉള്ളൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ തന്നെ തുടരണം. എന്നാൽ ഇന്നത്തെ നമുക്കറിയാം, മുക്കിന് സഭയാണ്. മുക്കിന് സഭയുള്ളത് നല്ല കാര്യമാണ്. സ്ഥലസഭകൾ വർദ്ധിച്ചു വരുന്നത് നല്ല കാര്യമാണ്. അനേക വിശ്വാസികൾ സ്ഥലസഭയിലേക്ക് വരുന്നത് നല്ല കാര്യമാണ്. എന്നാൽ
മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ഥലസഭയിലുള്ള വ്യക്തികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ മറ്റ് സ്ഥലസഭയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അതാണ് ഇന്നത്തെ പ്രശ്നം. മറ്റ് സ്ഥലസഭയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ, അവരെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊള്ളാമെന്നുള്ള നിലയിൽ അങ്ങനെ നോക്കിയിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രവണത വചനവിരുദ്ധമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുക. ഏത് പ്രതിസന്ധികൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായാലും, നമ്മുടെ സ്ഥലസഭകളിൽ ഏത് നിലയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും, നമ്മുടെ സ്ഥലസഭ വിട്ട് മറ്റൊരു സഭയിലേക്ക് ചേക്കേറുന്ന പ്രവണത വചനവിരുദ്ധമാണ്. മാത്രമല്ല, നമ്മുടെ സ്ഥലസഭയിൽ ഏത് നിലയിലുള്ള പ്രതിസന്ധികളിലൂടെ നാം കടന്നുപോയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ, ദൈവാത്മാവിന്റെ സഹായത്തോടുകൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ് വിശുദ്ധവചനം നമ്മെ ഓർമ്മിക്കുന്നത്. അത് ജോലിയാണ്, അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഒരു പക്ഷേ നമ്മുടെ സമയം നാം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും, നമ്മുടെ പണം നാം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും, അതുപോലെ തന്നെ നമ്മുടേതായിരിക്കുന്ന സുഖങ്ങൾ ഒരുപക്ഷെ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. എങ്കിൽ തന്നെയും ആ നിലയിൽ ഏത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ സ്ഥലസഭയിൽ നിലനിൽക്കുമ്പോൾ കർത്താവിനെ ആശ്രയിച്ച് ദൈവവചനത്തിന്റെ ആധാരത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അത് നാം കൈകാര്യം ചെയ്യുവാൻ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, ഇത് എളുപ്പമല്ല. പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് നാം ഏറ്റെടുക്കേണ്ട ഒരു ജോലിയാണ്. നാം അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ആ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളോടും പ്രബോധിപ്പിക്കുന്നു, അതുപോലെ തന്നെ സ്ഥലസഭയിലുള്ള വിശ്വാസികളോടും പ്രബോധിപ്പിക്കാൻ അവരെ സഹായിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, അതിനുവേണ്ടി നാം ഉത്സാഹിക്കേണ്ടത്, അതിനുവേണ്ടി നാം പ്രയത്നിക്കേണ്ടത്, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നാം പ്രയത്നിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് രണ്ടാമതായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സമയപരിധി കൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ആദ്യമായി പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്വമാണ്. അതാണ് മൂന്നാമതായിട്ട് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ആദ്യമായി പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ജോലിയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രിയ നാം രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രിയ I urge you, പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രബോധിപ്പിക്കുക എന്നുള്ള പദം രണ്ടു പേരോടുള്ള ബന്ധത്തിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അത് തർജ്ജമ ചെയ്യുമ്പോൾ അത് ഒന്നായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും അവിടുത്തെ അവർ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് I urge you Euodia, I urge you Syntyche. രണ്ടു പ്രാവശ്യം ആ ക്രിയ ആവർത്തിച്ചവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോസ്തലൻ പൗലോസ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടെ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവോദിയും സുന്ദരയും അവർ രണ്ടുപേരും മനസ്സിലാക്കണം, അത് പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ്. ആ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരുവരും പ്രശ്നം പരിഹരിക്കത്തക്ക നിലയിൽ മുൻകൈ എടുക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പൗലോസ് ഓർമ്മിക്കുകയാണ്. രണ്ടുപേരെയും പ്രബോധിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 15 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ നിന്റെ സഹോദരനെ നേടി എന്ന് വായിക്കാൻ സാധിക്കും. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം 5-24 വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവിടെയും നാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ടു സാഹചര്യങ്ങളിലും സഹോദരന്റെ അടുത്തേക്ക് പോകുവാൻ മുൻകൈ എടുക്കേണ്ടുന്നത് നിങ്ങളാണ്. പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ
എത്ര ലളിതമായിരിക്കും എന്നാണ് ഉദ്ദേശം, അല്ലേ? വളരെ സങ്കീർണമായിരിക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ലളിതമായിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ മുൻകൈയെടുത്ത് നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയുടെയോ അടുക്കൽ പോയി പ്രശ്നങ്ങൾ പരിഹരിക്കുക. ലളിതമായിരിക്കുന്ന ഉപദേശം. നിങ്ങളോരെ ഈ ലളിതമായിരിക്കുന്ന ഉപദേശം നാം അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യതയോടുകൂടി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ നിങ്ങളോരെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക്, നമ്മുടെ സ്ഥലം സഭകളിലുള്ള പ്രശ്നങ്ങൾക്ക് എത്രമാത്രം എളുപ്പം ഒരു പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. നാം പലപ്പോഴും ആ നിലയിൽ മുൻകൈ എടുക്കുവാനായിട്ട് മടിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടേതായിരിക്കുന്ന അവകാശവാദങ്ങൾക്ക് നാം മുൻതൂക്കം നൽകിക്കൊണ്ട് ആ നിലയിൽ മുൻകൈ എടുത്ത് മുമ്പോട്ട് പോയി ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹത്തോട് പെരുമാറാൻ പലപ്പോഴും പല വിശ്വാസികൾക്കും സാധിക്കുന്നില്ല. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് നാം നമ്മെ തന്നെ താഴ്ത്തുക, നാം നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ആ നിലയിൽ തെറ്റ് ആരുടെ പക്ഷമാണെന്ന് വിലയിരുത്തുവാനും ആ നിലയിൽ തെറ്റ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനും അല്ല നാം തുനിയേണ്ടത്. മനുഷ്യർ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ മുൻകൈയെടുക്കുക, ഞാൻ എന്നെ തന്നെ ഒന്ന് താഴ്ത്തുക. ആ നിലയിൽ എല്ലാ വിശ്വാസികളും ഒന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയ പ്രിയമുള്ളവരെ, പണ്ടേ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. നമുക്കറിയാം, പലപ്പോഴും തെറ്റുകളെ കുറിച്ച് മറ്റുള്ള വ്യക്തികളോട് നാം പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവ രീതി പൊതുവെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തി എന്നോട് തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പ് കുറ്റപ്പെടുത്തുകയും ആ നിലയിൽ ആ വ്യക്തിയെ തേജോവധം ചെയ്യുവാനായിട്ട് ശ്രമിക്കത്തക്ക നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് അങ്ങനെയല്ല. തെറ്റാരുടെ പ്രശ്നമായിക്കോട്ടെ, അതല്ല ഇവിടുത്തെ കാര്യം. മറിച്ച് ആ തെറ്റ് പരസ്പരം സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ നമ്മൾ തന്നെ മുൻകൈയെടുക്കണം. അതാണ് ദൈവവചനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പലപ്പോഴും ആ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമ്മിൽ തന്നെ പരിമിതികളുണ്ടെങ്കിൽ, മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാണെങ്കിൽ അതിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന ആത്മീയമായിരിക്കുന്ന പക്വതയുള്ള വ്യക്തികളോട് ഒരുപക്ഷെ അഭിപ്രായം തേടാം. പക്ഷേ തെറ്റ് ചെയ്ത വ്യക്തിയെ കുറിച്ച് ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞ് അവരെ കുറ്റം വിധിക്കുന്ന ആ പ്രവണത നാം നിർത്തണം. അത് ഒരിക്കലും വചനത്തിന് അധീനമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെ അതിന് മുൻകൈയെടുത്ത് ആദ്യമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ പരസ്പരം കുറ്റപ്പെടുത്തുവാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് നമ്മെ തന്നെ താഴ്ത്തുവാൻ നമ്മുടേതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന മുൻകൈയും അതിനോടുള്ള ബന്ധത്തിൽ എടുത്ത് നാം ഉത്തരവാദിത്വത്തോടുകൂടെ ആ കാര്യങ്ങൾ പരിഹരിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ നിലയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വിവരിക്കുവാൻ സമയമില്ല. ആ പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി പ്രശ്നം പരിഹരിക്കുവാനായിട്ട് മുൻകൈ എടുക്കുമ്പോൾ മനസ്സിൽ കരുതേണ്ടുന്ന ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് യഥാർത്ഥ പ്രശ്നത്തിന്റെ ഉറവിടം തിരിച്ചറിയണം. യഥാർത്ഥ പ്രശ്നത്തിന്റെ ഉറവിടം തിരിച്ചറിയണം. നമുക്കറിയാം, ഇവിടെ യുവതിയോടും സുതയോടും ബന്ധത്തിൽ അടിസ്ഥാന പ്രശ്നം എന്താണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് യാതൊരു വിധമായിരിക്കുന്ന വിവരവും ഇവിടെ നൽകിയിട്ടില്ല. എന്നാൽ
വിശ്വാസികളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന യഥാർത്ഥ ഉറവിടം മനസ്സിലാക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ചില സമയത്ത് അതിൻ്റെതായിരിക്കുന്ന യഥാർത്ഥ ഉറവിടം മനസ്സിലാക്കുവാൻ അത്ര എളുപ്പവുമല്ല. കാര്യം രണ്ടു കൂട്ടരും സമ്മതിക്കരുത്. രണ്ടു കൂട്ടരും വളരെ ശക്തമായിട്ട് അവരുടേതായിരിക്കുന്ന ഭാഗം ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഉറവിടം മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ സാഹചര്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ഇരു കൂട്ടരുടെയും ഭാഗത്ത് പ്രശ്നമുണ്ട്. പരിഹരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇരു കൂട്ടരും കടന്നു വരികയാണെങ്കിൽ നാം മനസ്സിലാക്കണം, ഇരു കൂട്ടരും അതിൽ കുറ്റക്കാരാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടേതായിരിക്കുന്ന കുറ്റവും നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കി നമ്മെ തന്നെ താഴ്ത്തുവാൻ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു താഴ്മയോടുകൂടി ആ കാര്യങ്ങളെ വിചിന്തനം ചെയ്ത് കൈകാര്യം ചെയ്യുവാൻ, യാഥാർത്ഥ ബോധത്തോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിനൊരു തീരുമാനമെടുക്കുവാൻ, മറ്റ് സഹോദരനും സഹോദരനും അടുത്തേക്ക് കടന്നു നിന്ന് ആ കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിച്ച് വളരെ വ്യക്തമായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ പോകുമ്പോൾ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പ്രശ്നത്തിന്റെ ഉറവിടം നാം മനസ്സിലാക്കണം. ചില സമയത്ത് എളുപ്പമാണ്, എന്നാൽ ചില സമയത്ത് അത് കണ്ടുപിടിക്കുവാൻ എളുപ്പമല്ല. ആ സാഹചര്യത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തുവാൻ, നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, നാം അതിനായിട്ട് മുൻകൈ എടുത്ത് അതിനൊരു പ്രശ്ന പരിഹാരം എടുക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് നാം നമ്മെ തന്നെ ഓർമ്മിക്കണം. പ്രശ്ന പരിഹാരത്തിനായിട്ട് നാം പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് നാം നമ്മെ തന്നെ ഓർമ്മിക്കണം. ഇവിടെ വായിക്കുന്നുണ്ട് ലക്ഷ്യം എന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം എന്താണ്? കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രശ്ന പരിഹാരത്തിനായിട്ട് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൽ ഏക ചിന്തയോട് കൂടിയിരിക്കണം. ആ ലക്ഷ്യം നാം മറന്നുപോകരുത്. ചിലപ്പോൾ മറ്റേ സഹോദരൻ പറയുന്ന കാര്യം അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തന്നെയും അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരൻ ചെയ്ത കുറ്റത്തെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തെ വഴക്കിടുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ ലക്ഷ്യം എന്താണ്? എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൽ ഏക ചിന്തയോടുകൂടി ഇരിക്കുക. ലക്ഷ്യം നാം മറക്കരുത്. സമാധാനം നിലനിർത്തുവാൻ, ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ, ക്രിസ്തുവിനോട് ഏക ചിന്ത നിലനിർത്തുന്ന നിലയിൽ നാം ആ അനുഗ്രഹീതമായിരിക്കുന്ന ലക്ഷ്യബോധത്തോടുകൂടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യം. മൂന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നാം പ്രശ്ന പരിഹാരത്തിനായിട്ട് പോകുമ്പോൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടെ നാം പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കണം. ബന്ധം പുനഃസ്ഥാപിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, യുവതിയും ചിന്തിക്കുകയും ഏക ചിന്തയോടുകൂടി ഇരിക്കണം. നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കണം. അതാണ് അപ്പോസ്തലൻ പൗലോസിന്റെ ആഗ്രഹം. അപ്പോൾ യുവതിക്കുകയും ചിന്തിക്കുകയും മുൻകൈ എടുത്ത പ്രശ്ന പരിഹാരത്തിന് മുമ്പോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ പ്രശ്ന പരിഹാരത്തിൽ ഇറങ്ങണം. അപ്പോൾ മൂന്നാമതായി ഞാൻ ഓർപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, പ്രശ്ന പരിഹാരത്തിനായിട്ട് പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ആദ്യമായി മുൻകൈയെടുക്കുന്നത്. ആ വ്യക്തികൾ ആ നിലയിൽ പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉറവിടം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. രണ്ട്, അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം അവരെ തന്നെ ഓർമ്മിപ്പിക്കണം. എപ്പോഴും ഓർമ്മിപ്പിക്കണം, മറന്നുപോയാൽ പ്രശ്നം. നമ്മുടെ ലക്ഷ്യം എന്താ? കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കുക. മാത്രമല്ല, മൂന്നാമതായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വേണം നിങ്ങൾ പോവാൻ. ചുമ്മാ പോയി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലല്ല നാം പോകുന്നത്. ബന്ധം പുനഃസ്ഥാപിക്കണം.
ഇവിടെ നാം വായിക്കുന്നത്. നാലാമതായിട്ട് ഒരു കാര്യം ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നിറത്തിന്റെ ശുശ്രൂഷക്കാർ ആവശ്യമാണെങ്കിൽ അവരെ ഉപയോഗിക്കണം. ആദ്യം പ്രശ്നത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ അതിന് മുന്നേ എടുക്കണം. അത് സാധിച്ചില്ലെങ്കിൽ അടുത്ത പടി എന്ന് പറയുന്നത് നിറത്തിന്റെ ശുശ്രൂഷക്കാർ ആവശ്യമാണെങ്കിൽ അവരെ നാം ഉപയോഗിക്കണം. അതാണ് നാലാമതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ഈ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്ന മൂന്നാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന പ്രകാരമാണ് സാക്ഷാൽ ഇണയാളിയായുള്ളവേ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസികളോട് ചില വ്യക്തികളോട് നിരപ്പിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന ചില വ്യക്തികളോട് ഈ രണ്ട് സ്ത്രീകളുടെയും ഇടയിലുള്ള ഭിന്നതകൾ പരിഹരിക്കത്തക്ക നിലയിൽ അവരെ സഹായിക്കണമെന്ന് അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ആരാണെന്ന് പറഞ്ഞില്ല അല്ലേ? ഈ നിരപ്പിന്റെ ശുശ്രൂഷക്കാർ ആരാണെന്ന് പറഞ്ഞില്ല. ചിലർ പറയാറുണ്ട് അത് എപ്പഫ്രാദിത്തോസാണെന്ന് പറയാറുണ്ട്. ചിലർ പറയുന്നത് അത് ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരിലൊരാളാണെന്ന് പറയാറുണ്ട്. വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇവരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും അല്ല മുഖ്യം. അവരുടെ പേരുകളോ അവർ ആരാണെന്നോ അല്ല മുഖ്യം. അവർ ചെയ്യുന്ന ശുശ്രൂഷയാണ് മുഖ്യം. അവർ ചെയ്യുന്ന ശുശ്രൂഷയാണ് മുഖ്യം. അവരുടെ പേരോ അവരുടേതായിരിക്കുന്ന ചുറ്റുപാടോ അവരെങ്ങനെയുള്ളവരാണെന്നുള്ളതോ അതൊന്നും അല്ല മുഖ്യം. മറിച്ച് അവരുടെ ശുശ്രൂഷയാണ് മുഖ്യം. നിരപ്പിന്റെ ശുശ്രൂഷ. നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ സഭകളിൽ ആവശ്യമായിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ പ്രാപിച്ച വ്യക്തികൾ എത്രമാത്രം ഫലപ്രദമായിട്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്ഥലം സഭയുടെ വളർച്ചയും സുവിശേഷ ഘോഷണത്തിന്റെ അഭിവൃദ്ധിയും നിലനിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. വ്യക്തി പ്രകാരം പറഞ്ഞു, we are our brother's keeper. We are our brother's keeper. നാം നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ സൂക്ഷിപ്പുകാരന്മാരാണ്. പല സഹോദരി സഹോദരന്മാരും വന്ന് സഹായം ആവശ്യപ്പെട്ടെന്ന് വരികയില്ല. എന്നാൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിരപ്പിന്റെ ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ ആ കാര്യങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി മുൻകൈ എടുത്ത് ആ ശുശ്രൂഷയ്ക്ക് നാം മുൻകൈ എടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ സ്ഥലസഭകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സ്ഥലസഭകൾ വളരും എന്നതിന് യാതൊരു സംശയവും ഇന്ന് ആ നിരപ്പിന്റെ ശുശ്രൂഷകന്മാർ ഇന്ന് നമ്മുടെ സ്ഥലസഭകളിൽ കുറഞ്ഞു വരികയാണ്. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു രീതിയിലേക്ക് അവർ താഴ്ന്നിരിക്കുകയാണ്. തന്നെത്താൻ സ്നേഹിക്കുന്ന മറ്റുള്ളവരോട് സ്നേഹവുമില്ലാത്ത നിലയിൽ ആ രീതിയിലുള്ള ഒരു പ്രവണത നമ്മുടെ സ്ഥലസഭകളിൽ നിന്നും നിലനിൽക്കുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷയുള്ള അനേകരെ ദൈവം ആഗ്രഹിക്കുന്നു. ആ നിലയിലുള്ള ശുശ്രൂഷയുള്ളവർ ദൈവസഭയിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ ഫലപ്രദമായ അവരുടെ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും. അതിനെക്കുറിച്ചും നിരപ്പിന്റെ ശുശ്രൂഷകന്മാരെ കുറിച്ചും ചില കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറിച്ച് അഞ്ചാമതായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് എന്റെ സമയപരിധിക്കുള്ളിൽ നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അഞ്ചാമതായിട്ട് ഇവിടെ നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്ഥലസഭയുടെ സുവിശേഷ ഘോഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നാം നമ്മുടെ സ്ഥലസഭകളിലെ പ്രശ്നങ്ങൾ, നമ്മുടെ വിശ്വാസികളുടെ മധ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിലുള്ള ഐക്യവും സുവിശേഷ ഘോഷണവും പരസ്പരം ഒന്നോടൊന്ന് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അത് നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല. ക്രിസ്തുവിലുള്ള ഐക്യതയും സുവിശേഷ ഘോഷണവും ഒന്നോടൊന്ന് ചേർന്ന് പോകുന്ന കാര്യമാണ്. നാം സുവിശേഷ ഘോഷണത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഫലപ്രദമായ സുവിശേഷ ഘോഷണവും നാം
നമുക്കറിയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയാറുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് സമാധാനം നിലനിർത്താൻ സാധിക്കുക, അല്ലെങ്കിൽ സമാധാനമില്ല, നിങ്ങൾ പ്രശ്നത്തോട് പോവുകയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. സമാധാനം ആവശ്യമാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സമാധാനം ഉണ്ടാകും, സമാധാനം ആവശ്യമാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സമാധാനത്തെക്കാൾ വലിയ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. സമാധാനം ആവശ്യമാണ്, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നം പരിഹരിക്കണം, സമാധാനത്തോടെ പോകണം, അത് നല്ല കാര്യമാണ്, അത് ആവശ്യമാണ്. എന്നാൽ സമാധാനത്തെക്കാൾ അതിനേക്കാൾ മുൻതൂക്കം നൽകേണ്ടുന്ന വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ലക്ഷ്യം എന്താണ്? സുവിശേഷ ഘോഷണം. സുവിശേഷ ഘോഷണം, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് സഭയുടെ ലക്ഷ്യം. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. ആ സുവിശേഷ ഘോഷണത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിലുള്ള ഐക്യതയോടുകൂടെ മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. അപ്പോസ്തലനായ പൗലോസ് ആ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യം നാം ശ്രദ്ധിക്കുക നല്ലതാണ്. അവിടെ പറയുന്ന പ്രകാരമാണ്, ഈ സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിൽ തന്നോടൊപ്പം പോരാടിയിട്ടുണ്ട്. ആ പദം നോട്ട് ചെയ്യണേ, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഈ സ്ത്രീകൾ തന്നോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിട്ടുണ്ട്. ആ പദത്തിന്റെ അർത്ഥം എന്താണ്? ആ പദം അവർ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ആ പ്രത്യേകമായിരിക്കുന്ന ഐഡിയ എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാം പദം പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കായിക മത്സരത്തിൽ ഒരേ ടീമിലുള്ള അംഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ്. ഒരു കായിക മത്സരത്തിൽ ഒരു ടീമിലെ അംഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പോരാടിയിട്ടുണ്ട് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? നമ്മളെല്ലാവരും ഒരു ടീമിലെ അംഗങ്ങളാണ്. പല ടീമിലെ അംഗങ്ങളാണെങ്കിൽ പരസ്പരം പോരടിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ കുറിച്ചുകൂടെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, നാം ഓരോരുത്തരും ഒരേ ടീം അംഗങ്ങളാണ്. ഒരേ ടീമിലെ അംഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ എന്ന് നടന്നു, അടുത്ത ടീം അങ്ങ് ജയിക്കും, അല്ലെ? സുഖമായിട്ട് നമുക്കറിയാം, ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും അതിലെ അംഗങ്ങൾ, അതേ ടീമിലെ അംഗങ്ങൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കളിക്കാതിരുന്നാൽ അടുത്ത ടീം വളരെ സുഖമായിട്ട് ജയിച്ചു. പ്രിയമുള്ളവരെ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഒരേ ടീമിലെ അംഗങ്ങളാണെന്നുള്ള കാര്യം മറന്ന് പരസ്പരം നാം തമ്മിലടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ശത്രു നമ്മുടെ മേൽ വിജയം കൊണ്ടാടുകയാണ്. ഈ ഉച്ചതിന്റെ സമയത്ത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ഒരിക്കൽ നെൽസൺ പ്രഭു തന്റെ സൈനിക ക്യാമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ വഴക്കടിക്കുന്നത് കാണുവാനായിട്ട്. അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിട്ട് ദൂരത്തേക്ക് കൈ ചൂണ്ടി ഇപ്രകാരം പറഞ്ഞു, അവിടെ നോക്കൂ, അതാണ് ശത്രു കപ്പൽ. ശത്രുവിന്റെ കപ്പൽ അവിടെയാണ്. അവരാണ് നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾ തമ്മിൽ ശത്രുക്കളല്ല. നിങ്ങൾ തമ്മിലല്ല വഴക്കുണ്ടാക്കേണ്ടത്, നിങ്ങൾ തമ്മിലല്ല പോരടിക്കേണ്ടത്. നോക്കൂ, അവിടെ ശത്രുവിന്റെ കപ്പൽ തമ്പടിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾ ശത്രുക്കളോടാണ് നിങ്ങൾ പൊരുത്തേണ്ടത്. നമ്മുടെ ശത്രു ഇരുട്ടിന്റെ രാജകുമാരൻ നമുക്ക് പുറത്ത് ചുറ്റും ശ്രദ്ധയോടെ ചുറ്റിക്കറങ്ങുന്ന കാര്യം നാം മറന്നുപോകരുത്. ദൈവജനത്തെ തമ്മിലടിപ്പിച്ച്, ദൈവജനത്തെ കൊണ്ട് വഴക്കടിപ്പിച്ച്, വ്യത്യസ്ത വിഭാഗങ്ങളായി അവരെ വിഭജിച്ച് പീഡിപ്പിച്ച്
നാം ഓർക്കേണ്ട കാര്യം, നമ്മുടെ ശത്രു നമ്മെ തമ്മിലടിപ്പിക്കുന്നത് സുവിശേഷ ഘോഷണത്തിന്റെ അഭിവൃദ്ധി തടയുന്നതിന് വേണ്ടിയാണ്. നാം ശുശ്രൂഷയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പ്രശ്നങ്ങളില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. എന്നാൽ വിശ്വാസികളായിരിക്കുന്ന നാം ഒരു കാര്യം മറക്കരുത്, നാം ഒരു ടീമിലെ അംഗങ്ങളാണ്. ഒരു ടീമിലെ അംഗങ്ങളാണ്. വഴക്കടിക്കുമ്പോൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ നാം നമ്മുടെ സ്വന്തം ടീമിനെ തോൽപ്പിക്കുവാൻ വഴിയൊരുക്കുകയാണ്. അത് നാം പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട്, ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കുവാനായിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, സുവിശേഷ ഘോഷണത്തിന് തടസ്സമായിട്ട് നിൽക്കാതെ സുവിശേഷ ഘോഷണത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഐക്യതയോടുകൂടെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് നമുക്ക് സമയം അധികമില്ല. സുവിശേഷ ഘോഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏറ്റവും ആവശ്യമായിരിക്കുകയാണ്. നമ്മുടെ സാക്ഷ്യമില്ലായ്മ അതിന് തടസ്സമായി തീരുവാൻ ഇടയായി തീരുന്നത് അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശത്തിലേക്ക് പോകുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷ ഘോഷണത്തിൽ വളരെയധികം ഉത്സുകരായിട്ട് മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ നാം തമ്മിലടിച്ച് ഐക്യതയില്ലാതെ ക്രിസ്തുവിന്റെ ഐക്യത കാത്തു സൂക്ഷിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ നാം മറന്നു പോകുന്നു. നാം ഒരേ ടീമിലെ അംഗങ്ങളാണെന്നുള്ള വസ്തു. ഒരു ബ്രാഹ്മണൻ പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം നല്ല പുസ്തകമാണ്, എന്നാൽ നിങ്ങളുടെ ജീവിതം ആ പുസ്തകത്തിൽ ഒന്നതല്ല. ആ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ജീവിതം ആ പുസ്തകത്തിൽ ഒന്നതല്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ആ ബ്രാഹ്മണൻ, നിങ്ങളുടെ ജീവിതം ഈ പുസ്തകം പോലെ നല്ലതായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇപ്പം ദൈവത്തിനായിട്ട് നേടുവാൻ സാധ്യത. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി നേടുവാൻ സാധിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, എത്രയോ സത്യാവസ്ഥയാണത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ ഐക്യതയില്ലായ്മ, നമ്മുടെ സാക്ഷ്യമില്ലായ്മ സുവിശേഷ ഘോഷണത്തിന് തടസ്സമായി നിൽക്കുകയാണ്. ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ സുവിശേഷ ഘോഷണത്തിന് തടസ്സമായി നിൽക്കുന്നത്. അവരുടെ സാക്ഷ്യമില്ലാത്ത ജീവിതമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഉച്ചതിന്റെ സമയത്ത് നമ്മെ തന്നെ ഒരു ചോദന ചെയ്യുവാൻ ദൈവത്തെ അറിയിച്ചു. നാം ഒന്നാണ്, ക്രിസ്തുവിൽ ഒന്നാണ്. ഐക്യത നമുക്ക് കാത്തു സൂക്ഷിക്കാം. ആ ഐക്യത നമ്മുടെ സുവിശേഷ ഘോഷണത്തിലും പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിട്ട് ക്രിസ്തുവിലുള്ള ഐക്യത കാത്തു സൂക്ഷിച്ച് ക്രിസ്തുവിനായിട്ട് അനേകരെ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയോട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം പിടിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഐക്യതയ്ക്ക് നമ്മുടെ പങ്ക്, നാം എന്ത് ചെയ്യണം, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് രണ്ടാമത്തെ സെക്ഷനിൽ നാം കേൾക്കുകയുണ്ടായി. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കണം എന്നുള്ളതാണ്. ബന്ധങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിരവധി ശുശ്രൂഷകന്മാർ നമ്മുടെ സഭകളിൽ ആവശ്യമാണ് എന്ന് കേൾക്കുവാനുണ്ട്. നാം ഒന്നിച്ച് കളിച്ചെങ്കിലേ നമുക്ക് ഗോളടിക്കുവാൻ കഴിയുകയുള്ളൂ. ബന്ധുകളിലാണ് നാം കാണുന്നത്. സുവിശേഷ ഘോഷണത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നമുക്ക് ഐക്യത ആവശ്യമാണ് കേൾക്കുവാനുണ്ട്. പലപ്പോഴും നാം പറയാറുള്ളതാണ്, നാം ഈ കവലകളിൽ നിന്ന് പ്രസംഗിക്കും, നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഇതിൽ പരിഹാരമുണ്ട് എന്ന്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം ഇതിൽ പരിഹാരം കണ്ടെത്താറില്ല എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഐക്യത നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഐക്യതയ്ക്ക്
നാം പ്രവർത്തിക്കുമ്പോൾ സുവിശേഷത്തിനായിട്ട് നമുക്ക് പോരാടുവാൻ തക്കൊണ്ട് കഴിയും. പ്രിയ സഹോദരനോട് നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ തക്കൊണ്ട് ഇടയായി നാം നന്ദിയുള്ളവരായിരിക്കണം. തൃശ്ശൂർ യൂണിറ്റ് വാർഷിക റിപ്പോർട്ട് 2023-2024. കർത്താവിൽ പ്രിയരെ, സർവകൃപാലുവായ ദൈവത്തിന്റെ അവതരണ കൃപ പയ്യന്നൂർ തൃശ്ശൂർ യൂണിറ്റിന്റെ ശുശ്രൂഷകൾ ഒരു വർഷം കൂടെ പിന്നിടുവാൻ സഹായിച്ച സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ വാർഷിക റിപ്പോർട്ട് ദൈവജനത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. 2023 മെയ് 1-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തൃശ്ശൂർ കിഴക്കേക്കോട്ട ബദറൻ സഭാ ഹാളിൽ വെച്ച് നടന്ന ഏകദിന സമ്മേളനം വളരെ അനുഗ്രഹമായിരുന്നു. 250-ൽ പരം സഹോദരി സഹോദരന്മാർ പങ്കെടുത്ത ഈ യോഗത്തിലെ മുഖ്യ അതിഥി ബ്രദർ PG ജെയിംസ് കാണിത്തോട് ആയിരുന്നു. നിങ്ങളും ഒരുങ്ങിയിരിപ്പിനെന്ന വിഷയത്തെ ആസ്പദമാക്കി നൽകിയ സന്ദേശം വളരെ അനുഗ്രഹമായി. ഈ സമ്മേളനത്തിൽ നടന്ന പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് CE പൗലോസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PA ഡേവി 2022-23 വർഷത്തെ റിപ്പോർട്ട് വായിച്ച് സദസ്സ് റിപ്പോർട്ട് പാസാക്കി. തുടർന്ന് 2023-24 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സഹോദരൻ റൂമിസ് M. മാത്യു ലീഡ് ചെയ്യുകയും ചെയ്തു. 2023-24 വർഷത്തെ ഭാരവാഹികൾ: 1 ജിബിൻ P. ജിജോ താളിക്കോട്, ഫെബിൻ റൂമിസ് പടയന്നൂർ പാട, KR ജിംസൺ ചെറുക്കേക്കോട്, ജോബി ജോയി താളിക്കോട്, റാഫേൽ PB ചേലക്കോട്ടുകര, KP സോളമൻ സിയോൻ നെല്ലിക്കുന്ന്, റോയ് K. ചാക്കോ കിഴക്കേക്കോട്ട, ആൽവിൻ ഷാജി കണ്ണാറ, ഹെൽവിൻ മോഹൻ നെല്ലിക്കുന്ന് ബ്രദർ, ബെന്നി വർഗീസ് കണ്ണാറ, ജിജോ ജോർജ് ചാലക്കുടി, വിജോയ് വില്യംസ് നെല്ലിക്കുന്ന് സിയോൻ, രമേഷ് K. കിഴക്കേക്കോട്ട, സുരേന്ദ്രൻ ഇരിങ്ങാലക്കുട. ഇവരെ കൂടാതെ YMU പൊതുസമിതി അംഗങ്ങളായ സഹോദരൻ TV സൈമൺ പഴഞ്ഞി, ജെയിംസ് വില്യംസ് നെല്ലിക്കുന്ന് സിയോൻ, MC ജോർജ് ചാലക്കുടികര, റൂമിസ് M. മാത്യു പടയന്നൂർ പാടം, IB സാംജി ചെറുക്കേക്കോട്, PA ജോസഫ് താളിക്കുണ്ട്, രമേഷ് S. നായർ കൊടുങ്ങല്ലൂർ, സജി വർഗീസ് താളിക്കോട്, PA ഡേവി നെല്ലിക്കുന്ന് സിയോൻ, PA നെറ്റോ നെല്ലിക്കുന്ന് ബ്രദറൻ, CV പൗലോസ് ചെറുക്കേക്കോട്, ബോബി ചാക്കോ കിഴക്കേക്കോട്ട എന്നിവരും ഈ കമ്മിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പുതിയ കമ്മിറ്റിയുടെ പ്രഥമ യോഗം മെയ് 1 ഉച്ചയ്ക്ക് 2:30 കിഴക്കേക്കോട്ട സഭയിൽ വെച്ച് നടന്നു. താഴെ പറയുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സജി വർഗീസ് താളിക്കോട്, വൈസ് പ്രസിഡന്റ് CV പൗലോസ് ചെറുക്കേക്കോട്, സെക്രട്ടറി KR ജിംസൺ ചെറുക്കേക്കോട്, ജോയിന്റ് സെക്രട്ടറി ജിബിൻ P. ജിജോ താളിക്കോട്, പ്രയർ കോർഡിനേറ്റർ PA നെറ്റോ നെല്ലിക്കുന്ന് ബ്രദർ, ട്രഷറർ ബോബി ചാക്കോ കിഴക്കേക്കോട്ട. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സഹോദരൻ MC ജോർജ് നൽകി. അറിയിപ്പില്ലാതെ 3 കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതെ ഇരുന്നാൽ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന മുൻ കമ്മിറ്റി തീരുമാനം ഈ വർഷവും പാലിക്കുന്നതാണെന്നും കമ്മിറ്റിയിലും യൂണിറ്റ് പ്രവർത്തനങ്ങളിലും ആദ്യോടൊപ്പം എല്ലാ അംഗങ്ങളെയും സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ശ്രദ്ധയിൽപ്പെടുത്തി. റിപ്പോർട്ട് വർഷത്തിൽ 13 കമ്മിറ്റി യോഗങ്ങൾ നടന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുവാനും ദൈവം കൃപ ചെയ്തു. തുടർന്ന് ആദ്യ കമ്മിറ്റിയിൽ 2 സഹോദരന്മാരെ ഓപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സഹോദരൻ PV ജോസ് കണ്ണാറ, സഹോദരൻ PS ഡാനിയൽ പരട്ടി. പ്രവർത്തനങ്ങൾ: സുവിശേഷ ക്യാമ്പയിനുകൾ. സുവിശേഷം അറിയിക്കുക എന്നത് YMUവിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. സ്ഥലം സഭകളുടെ സഹകരണത്തിലാണ് എല്ലാ ക്യാമ്പയിനുകളും നടത്താറുള്ളത്. ഈ വർഷം 3 സ്ഥലങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. 1 ചാലക്കുടി 2023 ഒക്ടോബർ 25-26 തീയതികളിൽ. 2 മാള 2023 നവംബർ 20-21 തീയതികളിൽ. 3
നെല്ലിക്കുന്ന് 2024 മാർച്ച് 19. ഈ ക്യാമ്പയിനുകളിൽ 20-നും 25-നും ഇടയിൽ സഹോദരന്മാർക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തിൽ സുവിശേഷകന്മാരെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ക്യാമ്പുകൾ നടന്നത്. ഭവന സന്ദർശനങ്ങൾ, ബൈബിൾ ക്ലാസ്, പരസ്യയോഗങ്ങൾ എന്നിവയാണ് ക്യാമ്പയിനിൽ നടക്കാറുള്ളത്. അനേകർക്ക് സുവിശേഷം കേൾക്കുന്നതിനും ബൈബിൾ ക്ലാസുകൾ മുഖേന സഭാവിശ്വാസികൾക്കും ക്യാമ്പ് അംഗങ്ങൾക്കും ആത്മീക വർധനം ഉണ്ടാകുവാനും ഇടയായിട്ടുണ്ട്. ഏകദിന സമ്മേളനങ്ങൾ കാലിക പ്രസക്തിയുള്ള ആത്മീക വിഷയങ്ങളെ ഉൾപ്പെടുത്തി ഏകദിന സമ്മേളനം നടത്തി. 2023 ഒക്ടോബർ 2 നെല്ലിക്കുന്ന് സിയോൻ സഭയുടെ സഹകരണത്തിൽ നടന്ന സമ്മേളനത്തിൽ 350-ലധികം സഹോദരി സഹോദരന്മാർ പങ്കെടുത്തു. സുശാസകൻ ബിജു മാത്യു കല്ലിശ്ശേരി ദൈവത്തെ അറിയുക എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച സന്ദേശം ഏവർക്കും അനുഗ്രഹമായി. ഏകദിന സെമിനാർ അന്ധകാരത്തിൽ കഴിയുന്ന ലോക ജനതയ്ക്ക് ദൈവത്തിന്റെ സൽഗുണങ്ങൾ പരസ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും പ്രഥമ ലക്ഷ്യം. ഈ കൃത്യനിർവഹണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സുവിശേഷീകരണം. ലളിതമായും വ്യക്തമായും എങ്ങനെ സുവിശേഷം പങ്കുവയ്ക്കാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സെമിനാർ ജനുവരി 13 ശനിയാഴ്ച കിഴക്കേക്കോട്ടയിൽ വെച്ച് നടന്നു. വിളിച്ചിടുക നാം എന്ന വിഷയത്തെ കുറിച്ച് ബ്രദർ ജി ധർമ്മരാജ്, ബ്രദർ ഫ്രാൻസിസ് ഡേവിഡ്, ബ്രദർ PD ജെയിംസ് എന്നീ ദേവദാസന്മാർ വ്യക്തമാക്കി. അട്ടപ്പാടി സുവിശേഷ ക്യാമ്പ് ആദിവാസി ഊരുകളിൽ സുവിശേഷം അറിയിക്കുക എന്ന വലിയ ആഗ്രഹത്തോടു കൂടി 2023 ഒക്ടോബർ 12, 13, 14 തീയതികളിൽ അഗളി സഭയുടെ സഹകരണത്തിൽ അട്ടപ്പാടി ഊരുകളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നു. സുവിശേഷകന്മാരായ സ്പർജൻ ജോൺ, ജാക്സൺ ബരാക്കര എന്നിവർ ദൈവവചനം ശുശ്രൂഷിച്ചു. അട്ടപ്പാടിയിലുള്ള 7 സുവിശേഷകന്മാർ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു. കൊട്ടേക്കാട് മുതൽ കൈപ്പറമ്പ് വരെയുള്ള പ്രവർത്തനം. കൊട്ടേക്കാട് മുതൽ കൈപ്പറമ്പ് വരെയുള്ള പ്രദേശത്ത് ഒരു സഭ കൂടിവരവ് ഉണ്ടാകണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ഒക്ടോബർ മാസം 6-ാം തീയതി മുതൽ ഭവന സന്ദർശനം ആരംഭിച്ചു. പ്രവർത്തനങ്ങൾക്കായി സുവിശേഷകന്മാരായ ബ്രദർ ബൈജു അഗസ്റ്റിൻ, ബ്രദർ ടി.എ. ജോൺ, ബ്രദർ PD ജെയിംസ്, ബ്രദർ ജേക്കബ് ജോസ്, ബ്രദർ സ്പർജൻ ജോൺ എന്നീ ദേവദാസന്മാരെ സ്ഥിരമായി പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചു. സഹോദരന്മാരായ ടി ബാബു, ചന്ദ്രബോസ്, രാജു PM സിയോൻ സഭാംഗങ്ങളാണ്. എന്നിവർ IMF-നോട് ചേർന്ന് സ്ഥിരമായി പ്രവർത്തിച്ചു വരുന്നു. പ്രവർത്തന ഫലമായി 3 സഹോദരന്മാരും 1 സഹോദരിയും രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. സഹോദരൻ ജോസ്, സഹോദരൻ ജോയ്, സഹോദരൻ ജിൽസൺ, സഹോദരി അമ്മണി. കൂടാതെ താല്പര്യമുള്ള അനേകരെ കാണുവാൻ സാധിച്ചു. പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മിനി ക്യാമ്പ് സുവിശേഷ പ്രവർത്തനങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിൽ ഭവനങ്ങളെ കേന്ദ്രീകരിച്ച് ഏകദിന ക്യാമ്പ് നടന്നു. കൊമ്പള ബെന്നി സഹോദരന്റെ ഭവനത്തോട് ചേർന്ന് 22/4/2024 കൊമ്പള പ്രദേശത്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. മിനി കൺവെൻഷൻ വൈവിധ്യത്തിലെ സഹോദരന്മാരുടെ ഭവനാങ്കണത്തിൽ സുവിശേഷ യോഗങ്ങൾ ആരംഭിച്ചു. നമ്മുടെ ഇടയിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ കഴിവുള്ള യുവ സഹോദരി സഹോദരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 5 സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ഒന്ന് PV ജോസ് കണ്ണാറ, അദ്ദേഹത്തിന്റെ ഭവനാങ്കണത്തിലാണ് നടന്നത്. 2023 മെയ് 14 ബ്രദർ ബൈജു അഗസ്റ്റിൻ ദൈവവചനം ശുശ്രൂഷിച്ചു. ബോബി ചാക്കോ കിഴക്കുമാട്ടുകര 2023 ഒക്ടോബർ 14-ാം തീയതി സവരിയിൽ ജോസ് ദൈവവചനം ശുശ്രൂഷിച്ചു. ജിജോ ചാലക്കുടി 2023 നവംബർ 26 ജോജോ ജോസഫ് ദൈവവചനം ശുശ്രൂഷിച്ചു. വിനോദ് താളിക്കുണ്ട് 2024 ജനുവരി 21-ാം തീയതി സ്പർജൻ ജോൺ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ടിടയായി. CG പൗലോസ് ചെറുക്കേക്കോട് സഹോദരന്റെ ഭവനാങ്കണത്തിൽ 2024 ഏപ്രിൽ 21-ാം തീയതി PD ജെയിംസ് ദൈവവചനം ശുശ്രൂഷിച്ചു. ഏകദിന പരസ്യ യോഗങ്ങൾ 2023 ജൂൺ 24 കല്ലൂർ പ്രദേശങ്ങളിൽ പരസ്യയോഗം നടത്തുവാനായിട്ട് സഹായിച്ചു. 2023 ജൂലൈ 22-ാം തീയതി കല്ലൂർ മുതൽ മരോട്ടിച്ചാൽ വരെ
സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടിടയായി. 2023 ആഗസ്റ്റ് 11-ാം തീയതി താളിക്കുണ്ടിൽ വെച്ച്, 2023 നവംബർ 11 എളനാട് വെച്ച്, 2023 ഡിസംബർ 14-ാം തീയതി ചിറക്കേക്കോട് വെച്ച്, 2023 ഒക്ടോബർ 6-ാം തീയതി അത്താണിയിൽ വെച്ച്, 2023 ഡിസംബർ 1 പൂമലയിൽ വെച്ച്, 2024 ജനുവരി 5 പൂമലയിൽ വെച്ച്, 2024 ഫെബ്രുവരി 20 കൊടുങ്ങല്ലൂർ എബനേസർ സഭയുടെ സഹകരണത്തിൽ പരസ്യയോഗങ്ങൾ നടന്നു. ഈ പരസ്യയോഗങ്ങളിൽ തൃശൂർ ജില്ലയിലെ അനേക സുവിശേഷകന്മാരും സഹോദരന്മാരും പങ്കെടുത്തു. സഭാ സന്ദർശനങ്ങൾ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചകളിൽ വൈകിട്ട് വിവിധ സഭകൾ സന്ദർശിക്കുകയും IMF-ന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസത്തിൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 1 പത്രോസ് 1:17 വാക്യത്തെ ആസ്പദമാക്കി നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുന്നെന്ന വിഷയത്തിൽ സന്ദേശങ്ങൾ നൽകാറുണ്ട്. റിപ്പോർട്ട് വർഷത്തിൽ 11 സഭകൾ സന്ദർശിച്ചിട്ടുണ്ട്. 18/6/2023 പറവട്ടാനി സഭയിൽ ബ്രദർ മോൻസൺ ഐസക് ദേവദൻ ശുശ്രൂഷിച്ചു. 16/7/23 മണ്ണൂത്തി സ്പർജൻ ജോൺ ദേവദൻ ശുശ്രൂഷിച്ചു. 20/8/23 ചേലപ്പെട്ട് സഭയിൽ സഹോദരൻ PV ജോസ്. 17/9/23 എളനാട് KP സോമൻ. 29/10/23 കാടുകുറ്റി KR ജിംസൺ. 26/11/23 കൊടകരയിൽ VA ജോസഫ്. 17/2/23 താളിക്കുണ്ടിൽ PA ജോൺ. 28/1/24 പഴയൂർ പാടം സോജൻ. 18/2/24 താളിക്കോട് ജാക്സൺ പരാക്കര. 17/3/24 കൊടുങ്ങല്ലൂർ എബനേസർ KC സൈമൺ. 14/4/24 പരാക്കര ബാബു വർഗീസ്. പ്രാർത്ഥനാ കുടിവരവുകൾ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ചകളിൽ നെല്ലിക്കുന്ന് ക്രിസ്ത്യൻ പ്രധാന ചർച്ചിൽ 6 മണി മുതൽ 7 മണി വരെ സ്ഥിരമായി പ്രാർത്ഥന നടന്നു വരുന്നു. ഈ റിപ്പോർട്ട് വർഷത്തിലും മുടങ്ങാതെ നടത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ കൊട്ടകാട് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന കുടിവരവുകൾ 11 സ്ഥലങ്ങളിൽ നടത്തുവാനായി വലിയവനായ ദൈവം സഹായിച്ചു. മണിപ്പൂരിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലം സഭകളെയും സുവിശേഷകന്മാരെയും യുവതലമുറയെയും രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. കൂടാതെ ലോകസഭാ തെരഞ്ഞെടുപ്പിനെയും ഓർത്ത് ചിറക്കോട് സഭയിൽ ഓൾ നൈറ്റ് പ്രയർ നടത്തുവാനും ദൈവം സഹായിച്ചു. ഭാരത സുവിശേഷീകരണം ഇപ്പോൾ നോർത്ത് ഡിവിഷൻ ഭാരത സുവിശേഷീകരണം എന്ന നിലയിൽ ചെയ്യുന്നത് മുൻകാലത്ത് പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ അവിടുത്തെ സഭയോടും സുവിശേഷകന്മാരോടും ചേർന്ന് നടത്തുന്ന അനുധാവന പ്രവർത്തനങ്ങളാണ് ബീഹാറിൽ നടത്തുന്നത്. ചെയ്ത പ്രവർത്തനങ്ങളിൽ സഹോദരന്മാരായ IV സാംജി, സജി വർഗീസ്, സ്പർജൻ ജോൺ, PA ദേവി, TA ജോൺ ചില ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി. തൃശൂർ യൂണിറ്റിന്റെ പ്രവർത്തനം വളരെ അനുഗ്രഹമായി 1 വർഷക്കാലം പൂർത്തീകരിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. തൃശൂർ ജില്ലയിലെ സഭകളുടെയും സുവിശേഷകന്മാരുടെയും വലിയ സഹകരണവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു. പ്രവർത്തനങ്ങൾക്കായി സഭകളെ സന്ദർശിച്ചപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി സഭകൾ പങ്കാളിത്തം വഹിച്ചു. കമ്മിറ്റി കൂടുവാനും പ്രാർത്ഥിക്കുവാനും സഭകൾ അനുവദിച്ചു തന്ന നെല്ലിക്കുന്ന് ക്രിസ്ത്യൻ പ്രധാന സഭയും അതുപോലെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച എല്ലാ സഹോദരന്മാരോടും പ്രാർത്ഥനയോടെ സഹകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരോട് എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തിയ സർവശക്തനായ ദൈവത്തോടും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ദൈവജനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. IMF ചെയ്തു വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ നാം കേട്ടു. തൃശ്ശൂർ യൂണിറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളെ കുറിച്ച് കേട്ടു. എന്നാൽ നോർത്ത് ഡിവിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കും സ്തോത്രത്തിനുമായിട്ട് ഇപ്പോൾ AD ജെയിംസ് കടന്നു വന്ന് ഇന്നുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പോകാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. IMF തൃശ്ശൂർ യൂണിറ്റിന്റെ കഴിഞ്ഞ 1 വർഷത്തെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ദൈവം വഴി നടത്തി. പ്രിയപ്പെട്ടവരുടെ അനേകരെ ദൈവം കേൾപ്പിക്കാൻ തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. IMF നോർത്ത് ഡിവിഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ദൈവജനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. തൃശ്ശൂർ ഭാഗത്തുള്ളതായ ദൈവജനങ്ങളുടെയും സഭകളുടെയും വലിയ സഹകരണത്തിലും ആ നിലയിലുള്ളതായ സപ്പോർട്ടിലുമാണ് കഴിഞ്ഞ നാളുകളിൽ IMF-ന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിട്ട് നടക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ തൃശ്ശൂരിൻ്റെ റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കത്
മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ മാത്രമല്ല തുടർന്ന് നടത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി ചില കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഓർമ്മിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ YMF നോർത്ത് ഡിവിഷൻ ചെയ്തതായ ഏറ്റവും ബൃഹത്തായ ഒരു പ്രവർത്തനമായിരുന്നു ഉത്തരേന്ത്യൻ സുവിശേഷ ക്യാമ്പയിൻ എന്നുള്ളത്. 1980 മുതൽ അങ്ങനെ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്തത് മാത്രം നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും അനേകരെ ദൈവവചനം കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേക സ്ഥല സഭകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേക പുതിയ പ്രവർത്തകർ ആ സ്ഥലങ്ങളിൽ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ദൈവം ആ പ്രവർത്തനങ്ങളെ ആദരിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ നാളുകളിൽ ആ നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എല്ലാവർക്കും അറിയുള്ളതാണ്. ഓരോ ദിവസവും നാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നതായ പത്രവാർത്ത വരുന്നില്ല, മീഡിയയിൽ കൂടി വരുന്നതായ ആ കാര്യങ്ങൾ എത്രയോ ശോചനീയമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെ ഞാൻ പോയിരുന്നപ്പോൾ വാട്സപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിൽ നടന്നായ ഒരു ക്രൂര പ്രവർത്തനത്തെ കുറിച്ച് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. കാരണം ഒരു യുവാവിനെ എന്താ പറയുന്നത് ജനം തൂക്കിക്കൊല്ലുന്ന ഒരു അനുഭവം. കോടതി ഒന്നല്ല, പോലീസ് അല്ലാതെ ചെയ്യുന്നത്. ഒരു ഗ്രാമത്തിലുള്ളതായ ഒരു വിഭാഗം ആളുകൾ ഒരു യുവാവിനെ പിടിച്ച് ഒരു കയറിൽ കെട്ടിത്തൂക്കി അവന്റെ തലയിൽ ഒരു കാവി തുണിയിട്ടതിന് ശേഷം അവനെ ഒരു മുകളിലുള്ള ഒരു കയറ് വെച്ചിട്ട് കോർത്തിട്ട് താഴെ നിന്ന് ചില യുവാക്കന്മാർ ആ കയറുകൾ വലിച്ച് അവനെ പ്രദർശനം വധിക്കുന്ന ഒരു ചിത്രം വീഡിയോ കാണുവാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവാണ്. അവൻ താഴ്ന്ന ജാതിയിലുള്ളതായ അവരുടെ ദേവനെ അവഹേളിച്ചു എന്നുള്ളതാണ് അവന്റെ പേരിലുള്ള ചാർജ്. അതുകൊണ്ടാണ് അവനെ അവന്റെ കൊന്നുകളഞ്ഞത്. അപ്പോ ക്രിസ്ത്യാനികളെ മാത്രമല്ല കൊല്ലുന്നത്, എല്ലാവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും ആ നിലയിൽ കൊല്ലുന്ന അല്ലെങ്കിൽ വധിക്കുന്ന ആ നിലയിലുള്ള ക്രൂര പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇത് ചോദിക്കുവാനോ അല്ലെങ്കിൽ ഇതിന് എതിർ പറയുവാനോ ആരുമില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും നടക്കുന്നുണ്ട്. അത് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ 1950 മുതൽ 2020 വരെയും 23 വരെയും നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ സുവിശേഷം എത്തിക്കുവാനായിട്ട് അവരോട് സഹായിച്ചു. അനേക സ്ഥല സഭകൾ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ ഈ കോവിഡ് വന്നതിന് ശേഷം തുടർച്ചയായുള്ള പ്രവർത്തനം നടക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് ചില അനുധാവന പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ബീഹാറിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അനുധാവന പ്രവർത്തനങ്ങളും നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ബീഹാറിലെ പ്രവർത്തനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയും എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയും കമ്മിറ്റിയിൽ ആ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഒറീസയിൽ ഒരു ഫോളോ അപ്പ് വർക്ക് എന്ന നിലയിൽ ആരംഭിക്കാം എന്ന് ആഗ്രഹിച്ചു. ആ നിലയിൽ അവിടെയുള്ളതായ ദൈവങ്ങളോട് ആ കാര്യങ്ങൾ പങ്കിട്ടപ്പോൾ ഒറീസയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒറീസയെ കുറിച്ച് നോക്കുമ്പോൾ ഒറീസ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരു സംസ്ഥാനമാണ്. ഒറീസയെ കുറിച്ച് പറയുമ്പോൾ ഒറീസയെ കുറിച്ച് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് കൂടുതൽ ഈ എന്താണ് ക്ഷേത്രങ്ങളും അതുപോലെ ദേവതകളും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഒറീസ എന്ന് പറയുന്നത്. ദേവതകളുടെ നാട് എന്നാണ് ഒറീസയ്ക്ക് തന്നെ അവര് പേര് കൊടുത്തിരിക്കുന്നത്. ഒറീസയുടെ സംസ്ഥാനമായ ഭുവനേശ്വറിനെ ആ നിലയിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ സ്ഥലങ്ങളിലും സുവിശേഷം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 80-82 കാലഘട്ടങ്ങളിൽ YMF ചുമതലയിൽ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് അവിടെ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ സ്ഥലസഭകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ സഹോദരന്മാർ പോയി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ചില സ്ഥലസഭകൾ അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ അനേക പ്രവർത്തകരായിട്ട് പിന്നെ അവിടെ പോകുവാനായിട്ടും തദ്ദേശീയരായിട്ട് പലരും പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുവാനൊക്കെ ഇടയായിത്തീർന്നു. അന്ന് ഏകദേശം 13 ജില്ലകളാണ് ഒറീസയിലുണ്ടായത്. എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെ
അന്ന് ചുരുക്കം ചില പ്രവർത്തകരെ മാത്രമേ സുവിശേഷന്മാരായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതിന്റെ അവസ്ഥകളൊക്കെ മാറി. ഇന്ന് 30 ജില്ലകളിലായിട്ട് ഏകദേശം 100-ൽ അധികം സുവിശേഷന്മാരും അതുപോലെ 100ഓളം സ്ഥല സഭകളും ഒറീസയിലുണ്ട്. ഈ 100-ലധികം സുവിശേഷന്മാരുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം 90 സുവിശേഷന്മാരും തദ്ദേശീയരായിട്ടുള്ള ഒറീസയിലുള്ളതായ സുവിശേഷന്മാരാണ് എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. മാത്രമല്ല അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയാക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനും പ്രിയ രമേശ് ഗോവനും അവിടെ ഒരു മീറ്റിങ്ങിന് പോകാനായിട്ട് ഇടയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള സുവിശേഷന്മാർ വളരെ കോപ്പറേറ്റ് ചെയ്ത് വളരെ അർപ്പണബോധത്തോടും വളരെ ത്യാഗത്തോടുകൂടി സുവിശേഷ വേലയിൽ മുന്നോട്ട് പോകാൻ തൽപരരായിട്ട് അനേകം കാണുവാനായിട്ട് ഇടയായിരുന്നു. അവിടെ 2 ദിവസത്തെ അവിടെ ഒരു മീറ്റിംഗ് അവർ ക്രമീകരിച്ചിരുന്നു. ആ മീറ്റിംഗിൽ അവിടെയുള്ളതായ ഏകദേശം 60ഓളം സുവിശേഷന്മാർ ആ മീറ്റിംഗിൽ, ആ 2 ദിവസത്തെ മീറ്റിംഗിൽ അവര് പങ്കെടുക്കുവാനായിട്ട് ഇടയായിരുന്നു. അവര് 2 ദിവസം യാത്ര ചെയ്തൊക്കെയാണ് ആ ഭുവനേശ്വറിൽ അവര് മീറ്റിംഗിന് വരുവാനായിട്ട് ഇടയായിരുന്നത്. അപ്പൊ അവര് എത്രത്തോളം ത്യാഗം അനുഭവിച്ചാണ് അവരവിടെ വന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. മാത്രമല്ല അവര് 2 ദിവസം വരിക എന്ന് പറയുമ്പോൾ അവരുടെ യാത്ര ചെലവ്, അവരുടെ താമസത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെയും സഫർ ചെയ്തിട്ടാണ് അവരവിടെ വരുവാനായിട്ട് ഇടയായിരുന്നത്. അത് അവർക്ക് യാതൊരു സപ്പോർട്ട് ഒന്നുമില്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങൾ സഹകരിക്കുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെയുള്ളതായ വളരെ ത്യാഗത്തോടുകൂടി സുവിശേഷം അറിയിക്കാൻ തൽപരരായിട്ടുള്ള ഒരു പറ്റം സുവിശേഷന്മാരെ ഒറീസയുടെ ഗ്രാമീണ സ്ഥലങ്ങളിൽ കാണുവാനായിട്ട് ഇടയായിരുന്നു. അവരുടെയും ആഗ്രഹം ഈ അവിടെയുള്ള 30 ജില്ലകളിലും എല്ലാ കോണുകളിലും തന്നെ സുവിശേഷം എത്തിക്കണം എന്നുള്ളതാണ്. അവിടെ സുവിശേഷം എത്താത്തതായ 30 ജില്ലകളിലും 4-5 ജില്ലകളിൽ മാത്രം സ്ഥല സഭകളില്ല, 2-3 ജില്ലകളിൽ പ്രവർത്തകരില്ല. ഇവിടെയൊക്കെയും പ്രവർത്തകരും സ്ഥല സഭകളും ഉണ്ടാവണം. അവരവിടെ ബ്ലോക്കുകളായിട്ട് തിരിച്ച് ഗവൺമെന്റ് ബ്ലോക്കുകളായിട്ട് തിരിച്ച് നോക്കുമ്പോൾ ഏകദേശം 10 ബ്ലോക്കുകളിൽ യാതൊരു സുവിശേഷ പ്രവർത്തനങ്ങളും ഇല്ലാത്തതായ അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ എല്ലാം സുവിശേഷം എത്തിച്ചേരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ആ നിലയിൽ അവരും വളരെ ത്യാഗത്തോടു കൂടി അതിനുള്ള ഉത്സാഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ആവശ്യം ഒറീസയെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂലൈ മാസം ഇപ്പോൾ അവിടെ ഈ സമയങ്ങളിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നതിനോട് ചേർന്ന് തന്നെ ഒറീസയുടെ സംസ്ഥാന ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് സുവിശേഷത്തിന് മാത്രമല്ല ക്രൈസ്തവർക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഒറീസയിലുള്ളത്. ആ ഗവൺമെന്റ് നിലനിന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അതൊരു സഹായമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുക. ആ നിലയിൽ ആ ഗവൺമെന്റ് ഇപ്പോഴുള്ള ഗവൺമെന്റ് തുടരുവാൻ, അല്ലെങ്കിൽ സുവിശേഷത്തിന് സ്വാതന്ത്ര്യമുള്ളതായ ഒരു ഗവൺമെന്റ് ഉണ്ടാകാനായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജൂലൈ മാസത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറീസയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ മറ്റ് ഭാഷകളൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. കൂടുതലും ഒറിയ ഭാഷയാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. ഒറിയ ഭാഷ സംസാരിക്കുന്നവർ വേണം. അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് അധികം ആളുകൾ പോയി പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഒറിയ ഭാഷ അറിയാവുന്നവരുണ്ടെങ്കിൽ പോയി പ്രവർത്തിക്കാനല്ലാതെ നമ്മൾ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ആയിട്ട് അവിടെ ചെന്നുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒറിയ ഭാഷ സംസാരിക്കാൻ കഴിവുള്ളവർ വേണം. ഒറിയ ഭാഷയിലുള്ള ലിറ്ററേച്ചർ വേണം. ഒറിയ ഭാഷയിലുള്ള ബൈബിൾ, അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ്, മറ്റ് സാഹിത്യ കൃതികളൊക്കെ ആവശ്യമാണ്. ഇതൊക്കെയും നാം പുതുതായിട്ട് ഇനി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. പുതുതായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ബൈബിളും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന്റെയൊക്കെ വില നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ വാങ്ങുവാനായിട്ടുള്ള പൈസ നമുക്ക് ആവശ്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഒരു വാഹനം അവിടെ ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ചെറിയ വാഹനമുണ്ട്. അത് കൊണ്ടുപോയി കഴിഞ്ഞ നാളുകളിലൊക്കെ നാം കേരള രജിസ്ട്രേഷനോട് കൂടി തന്നെയാണ് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ നാളുകൾ അത് സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വാഹനം അവിടെ കൊണ്ടുപോയി രജിസ്ട്രേഷൻ മാറ്റി അവിടെ ഉപയോഗിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം പുതിയൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമല്ല, ഭയങ്കര വിലയാണ്. അതുകൊണ്ട് സാധിക്കാത്തത് കൊണ്ട് പഴയ വാഹനം തന്നെ കൊണ്ട് രജിസ്ട്രേഷൻ മാറ്റി ഉപയോഗിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനുള്ള ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ ഒറീസ പ്രവർത്തനം ഈ 30 ജില്ലകളിലും എല്ലായിടത്തും എല്ലാ ബ്ലോക്കുകളിലും സുവിശേഷം എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഒറീസയിലുള്ള ദൈവജനത്തിനുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥനയും സഹകരണവും വളരെ ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുന്നു. പ്രവർത്തനം അനുഗ്രഹമായി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനം
യൂണിറ്റിൽ നടക്കുന്നുണ്ട്. ആ വിഷയങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവം വെച്ച് കഴിഞ്ഞാൽ ഈ 4-ാം തീയതി അടുത്ത ശനിയാഴ്ച വാടക യൂണിറ്റിന്റെ ചുമതലയിൽ പെരുമ്പാവൂർ പോലെ ലേഖന സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ YUF ലോക്കൽ ഡിവിഷൻ പ്രവർത്തനങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. പ്രാർത്ഥനയാലും സാമ്പത്തികമായിട്ടും ആളാപ്രതിയും കടന്നുവന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിനുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ അവരെയും സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം എല്ലാവരും ഓർത്തുകൊള്ളുവാറുണ്ട്. നോർത്ത് ഡിവിഷന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് കേൾക്കുകയുണ്ടായി. ഒറീസ പ്രവർത്തനം വിശ്വാസത്താലാണ് നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കേണ്ടത്. വിശ്വാസത്താലാണ് അത് ചെയ്യുവാൻ പോകുന്നത്. വലിയ ഭീമമായ സംഖ്യ അതിന് വേണം എന്ന് ഓർപ്പിക്കുന്നു. 1.5 ലക്ഷം രൂപയെങ്കിലും മാസം അതിന് പ്രതിമാസം ചിലവുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ പൈസയും മുന്നിൽ കണ്ടുകൊണ്ടല്ല നാം ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രാർത്ഥനയും സഹകരണവും അതിന് ഉണ്ടാകണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സുവിശേഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം YUF കഴിഞ്ഞ നാളുകളിൽ പ്രയത്നിച്ചു. ഇനിയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതുപോലെ തന്നെ കോട്ടയക്കാട് പ്രവർത്തനത്തെ ഞാൻ പറയുകയുണ്ടായി. കോട്ടയക്കാട് പ്രവർത്തനം എന്നുള്ളത് അവിടെ ആ ഒരു ഏരിയ ഒത്തിരി ആസ്യ വിഭാഗങ്ങൾ അടങ്ങുന്ന വിഭാഗങ്ങളാണ്. അവിടെ പലപ്പോഴും വലിയ സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും നടക്കാറില്ല. എന്നാൽ ഈ നാളിൽ YUF തീരുമാനമെടുത്ത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ ഒരു സ്വഭാവ ഇവിടുന്ന് ആരംഭിക്കണം. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട 4 പേരുടെ പേരെ പറഞ്ഞുള്ളൂ. എന്നാൽ ആ 4 പേർ മാത്രമല്ല, ബാക്കി ഒത്തിരി പേർ താല്പര്യമുള്ളവരാണ്. എന്നാൽ ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല രക്ഷിക്കപ്പെടുവാൻ. അവർ ഇങ്ങോട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേയാണ് ആ കാര്യങ്ങളെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് YUFന്റെ ഒരു സഭാ കുടിവരവ് അല്ലെങ്കിൽ ദൈവസഭയുടെ ഒരു കുടിവരവ് ആ പ്രദേശത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പല സഹോദരന്മാരും YUFനോട് ചേർന്ന് സഹകരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടർന്ന് ആ പ്രവർത്തനത്തെ സഹകരിക്കുവാൻ തക്കവണ്ണം താല്പര്യമുണ്ടെങ്കിൽ YUFുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇനിയുള്ളത് അധ്യക്ഷ പ്രസംഗമാണ്. ഞാൻ വലിയൊരു അധ്യക്ഷ പ്രസംഗമായിട്ട് നിൽക്കുന്നില്ല. ചില കാര്യങ്ങൾ ദൈവജനത്തെ ഓർപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഇരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നാം റോമാലേഖനത്തിൽ വായിക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 1:16 നാം അത് വായിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം എന്നുള്ള കാര്യം ഈ നാളുകളിൽ നാം പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ വലിയ പ്രാധാന്യം എന്നുള്ളത് ആദാമ കുലത്തിൽ പിറന്ന സകല മനുഷ്യർക്കും സുവിശേഷം ആവശ്യമാണ്. അല്ലാതെ കർത്താവിനെ അറിയുവാനോ രക്ഷിക്കപ്പെടുവാനോ അവർക്ക് കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സുവിശേഷം അത് ദൈവത്തിന്റെ ശക്തിയാണ്. പാപിയെ രക്ഷിക്കുന്ന ദൈവശക്തി. നരകത്തിലേക്ക് താണു പോകുന്ന ഏതൊരു പാപിയെയും രക്ഷിച്ച് സ്വർഗത്തിൽ ഇരുത്തുവാൻ കഴിവുള്ള ദൈവശക്തി. ആ ദൈവശക്തിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ദൂതന്മാരെ ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ അത് അറിഞ്ഞവർ, അത് മുഖാന്തരം രക്ഷിക്കപ്പെട്ടവരാണ് അത് അറിയിക്കേണ്ടത്. ദൈവം അതാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മളിൽ കർത്തവ്യമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. ഓരോ വിശ്വാസിയും സുവിശേഷത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും അതിന് ഒഴിവുള്ളവരല്ല എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു അതിനായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവും എന്നുള്ളത്. സുവിശേഷം നിമിത്തം നാം ഓരോരുത്തരും കടക്കാരാണ്. അങ്ങനെ കടക്കാരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ വലിയ ഭീമമായ കടം ഭൂമിയിലുള്ളവരാരും സ്വസ്ഥമായിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ പലപ്പോഴും നാം ഈ ബോധ്യമില്ലാത്തവരായതുകൊണ്ടാണ് സ്വസ്ഥമായിരിക്കുന്നത്. നമുക്ക് വലിയ കടം ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ നാം ആ കടം വീട്ടുവാനായിട്ട് ഏതു നേരവും ജാഗരിച്ചു പോരാടിക്കൊണ്ട് ഇരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് സുവിശേഷ നിമിത്തം നാം പലപ്പോഴും കടക്കാരായിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. സുവിശേഷത്വ നിമിത്തം നാം കടക്കാരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയതെല്ലാം നാം ആ കടം വീട്ടുവാനായിട്ട് അല്ലെങ്കിൽ ആ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നാം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാഹനങ്ങൾ നമുക്ക് സമർപ്പിക്കാം, ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ സമയം സമർപ്പിക്കാം, നമ്മുടെ ആരോഗ്യം സമർപ്പിക്കാം. നമുക്ക് ഉള്ളതെല്ലാം ആ കടത്തിനായിട്ട് നാം നിർബന്ധിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ ഇടയിൽ ചില
സഹോദരന്മാർക്കുണ്ട്, അവർക്കൊക്കെ വാഹനമുള്ളത്, അവർ ആ കർത്താവിന്റെ വേലയ്ക്കായിട്ട് നൽകുന്നവരായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നാം അടങ്ങിയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. കാരണം വിശ്വാസം കേൾവിയാൽ വരുന്നു എന്നുള്ളത് നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയും. നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ദിനം നാം ഓർക്കുകയാണെങ്കിൽ നമ്മോട് ആരെങ്കിലും സുവിശേഷം പറയാതെ നാം രക്ഷിക്കപ്പെട്ടവരല്ല. നാം വ്യക്തമായ സുവിശേഷം പലരിലൂടെയും കേട്ട് രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് നമ്മുടെ മിഷണറിമാരുടെ ചരിത്രമൊക്കെ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് അവരുടെ ആ ഭാഷ, അതുപോലെ തന്നെ അവരുടെ കുടുംബം, അവരുടെ എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതുകൊണ്ടാണ് നാം ഈ യുദ്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവമക്കളായി, നരകത്തിന്റെ അധീനരായി തീരാതെ സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയത്. അത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ 2 പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ എനിക്ക് ആ കാര്യം ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി. ബീഹാറിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യക്തി കുടുംബമായിട്ട് 10 വർഷമായിട്ട് സുവിശേഷകരെ കാത്തിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് അതിശയം തോന്നും. 10 വർഷമായിട്ട് നമ്മെ പോലെയുള്ള ഒരു വ്യക്തിയെ, സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയെ കാണുക അവർ ആഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം റേഡിയോ മുഖാന്തരമൊക്കെ അവർ സുവിശേഷം കേട്ടിട്ടുണ്ട്. എന്നാൽ നേരിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആ ഒരു ഫാമിലിയെ എനിക്ക് കാണുവാൻ തക്കവണ്ണമിടയായി. തന്നെയുമല്ല, അട്ടപ്പാടിയുടെ പ്രദേശത്ത് ഞങ്ങൾ ഒരു 3 ദിവസത്തെ പ്രവർത്തനത്തിൽ കടന്നുപോയപ്പോൾ വലിയ കയറ്റങ്ങളൊക്കെ കയറി വലിയ ഒരു ഗ്രാമത്തിലേക്ക്, ആദിവാസി ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി തന്റെ കർത്താവിനെ ബൈക്കിലുമായിട്ട് വിളിച്ച് ഓടി വന്നു. നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത് 2 കാര്യമാണ്. നമ്മൾ 2 സ്ഥലത്ത് ചെറിയ ഒരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. സുവിശേഷത്തെ കുറിച്ച് നാം ലജ്ജിക്കരുത്. കാരണം നാം പറയുന്ന വ്യക്തി എന്നുള്ളത് ആ വ്യക്തിയുടെ മഹത്വം അത്രമാത്രം വലുതാണ്. കർത്താവിന്റെ മഹത്വം നാം അറിഞ്ഞവരാണെങ്കിൽ അത് പറയുവാൻ തക്കവണ്ണം നമുക്ക് ലജ്ജിക്കുവാൻ തക്കവണ്ണം ഇടയില്ല. എന്നാൽ ഇതിലും എത്രയോ മോശമായ വ്യക്തികളെ കുറിച്ച് ലോകജനം പറഞ്ഞു നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ലജ്ജിക്കാതെ അവർ ഏറ്റുപറയുന്നവരാണെങ്കിൽ നമ്മെയും അവിടുന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടയാവും എന്നുള്ള കാര്യം നാം തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്. നാം സുവിശേഷം ആയി മാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സാക്ഷി ജീവിതം, ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു സുവിശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു 5ാമത്തെ സുവിശേഷമായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തെ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് വലിയ പറയുവാനായിട്ട് കഴിയുമില്ല എങ്കിലും നമുക്ക് സുവിശേഷമായിട്ട് മാറുവാൻ തക്കവണ്ണം കഴിയും. നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് തന്നെ 2 കാര്യങ്ങളാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഒന്ന് കർത്താവിനെ ആരാധിക്കുവാനും മറ്റൊന്ന് കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയുവാനുമായിട്ട് ആണ് കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ആരാധന എന്നുള്ളത് നമുക്ക് സ്വർഗത്തിലും തുടരുന്നതാണ്. എന്നാൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിസ്സാരമായ നമ്മുടെ ആയുസ് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് നിസ്സാരമായ ആയുസ്സേ ഉള്ളൂ, നമുക്ക് നിസ്സാരമായ അവസരങ്ങളേ ഉള്ളൂ ഈ ഭൂമിയിൽ വെച്ച്. അത് നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ വരവ് താമസിക്കുന്നത് തന്നെ നാം സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം അവിടുന്ന് കരുണ കാണിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സഭയെ എടുക്കാത്തത് ഇനിയും ആ ഒരുക്കം പൂർത്തിയാകാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നാം ആമേ കർത്താവെ വേഗം വരയണമേ എന്ന് പറയുന്നവരാണ്. എന്നാൽ നാം എത്രമാത്രം ഈ ദൈവരാജ്യത്തിനായിട്ട് നാം പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടത് ആവശ്യമാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുവാൻ മാത്രമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തെ കുറിച്ച് ലഭിക്കാതെ നാം നേരത്തെ കണ്ടതുപോലെ 4-ന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് കൂട്ടായി ഈ വേലയെ പ്രയത്നിക്കാം. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദിയുടെ ചില വാക്കുകൾ പറയുവാനായിട്ട് നന്ദി പറയുക എന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആരെ ദൈവം പ്രസംഗിക്കണം എന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചാണ് ഇതിനെ ആലോചിക്കാറുള്ളത്. ഷൈജുവിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ
ദേവദാസനെ വിളിച്ച് യാതൊരു വഴിയും കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും എന്ന് ഇവിടെ വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷിക്കുകയുമാക്കപ്പോൾ പ്രിയ ദേവദാസനെ ഇവിടെ ഉപയോഗിച്ചു. പ്രിയ ദേവദാസനോട് ആയിരിക്കുന്ന നന്ദി സമയത്ത് പേര് അറിയിക്കുകയാണ്. എവിടെ നടത്തുന്നതായിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ നാം ലഭിക്കുന്ന സഭകളായിരിക്കുന്ന ഡേഴ്സിനെ പോയി കാണുവാനും യാതൊരു വഴിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടെ അതിന് സമ്മതിച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ദൈവമായിരിക്കുന്ന ഡേഴ്സിന് സുവിശേഷന്മാർക്ക് വിശ്വാസികൾ യൂണിറ്റിൻ്റെ പേരുകളായിരിക്കുന്ന നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ നാം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ ഐക്യതയോടുകൂടെ നിന്ന് ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുവാൻ പറ്റുന്നതിനിടയായത്. വിവിധ സ്ഥലങ്ങളിലുമായിരിക്കുന്ന ഓരോ വിശ്വാസികളെയും ഇവിടെ കടന്നു വരുന്നതായിരിക്കുന്ന ഓരോ വിശ്വാസികളോടും തൃശ്ശൂർ യൂണിറ്റിൻ്റെ പേരുകളായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. അതിനെല്ലാം തൃശ്ശൂര് ഉള്ള സ്ഥലങ്ങളിൽ നാം ഏതെങ്കിലും ഒരു പ്രവർത്തനം കേൾക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇന്നുവരെ ഒരു സഭ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെയുള്ള ആയിരിക്കുന്ന രംഗങ്ങളായാലും അതുപോലെ ഈ കൺവെൻഷനായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും പ്രവർത്തിക്കുവാനായിട്ടുള്ള സഹകരണമുണ്ടായിരുന്നു. ഇവിടെ കടന്നുകൊണ്ടുള്ള അയൽസഭകളിലുള്ളതായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുള്ളതായിരിക്കുന്ന നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് നിൽക്കുന്ന പ്രധാന സഭയോടാണ്. മാസത്തിലെ എല്ലാ ആഴ്ചകളും പ്രാർത്ഥനയ്ക്കും കമ്മിറ്റിയുമായിട്ട് അവിടെയാണ് നമ്മൾ കൂടി വരുന്നത്. അവിടെയുള്ള ഡേഴ്സിനോടും അവിടെയുള്ള വിശ്വാസികളോടുള്ളതായിരിക്കുന്ന നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അത് തന്നെയല്ല, കോട്ടയക്കാട് എന്ന പ്രദേശത്ത് പ്രവർത്തനം സഭ കൂടിയവരെ ലക്ഷ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈകിട്ടിൽ അല്ലാത്ത പ്രിയപ്പെട്ടവർ സ്ഥിരമായിട്ട് വന്ന് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവർ ഐസിക് സോയൻ, ചന്ദ്രബോസ് സോയൻ, രാജു പി എം, ടി ബാബു, ഈ സഹോദരന്മാരോടുള്ളതായിരിക്കുന്ന നന്ദി. പിന്നെ വാഹനം നിന്ന് സഹായിക്കുന്ന സഹോദരന്മാരുണ്ട്, അവരോടുള്ളതായിരിക്കുന്ന നന്ദി ഈ സമയത്ത് തൃശ്ശൂരിൻ്റെ പേരുള്ളതായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. പാളം യൂണിറ്റിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നോൺ ഡിവിഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരോടുള്ളതായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കലും കൂടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ കോട്ടയക്കാട് പ്രവർത്തനം അവിടെ സ്ഥിരമായിട്ട് സുവിശേഷന്മാരുണ്ട്. യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ടി എ ജോൺ, സോഹൻ, ജെയിംസ് സോഹൻ, സ്പട്ടിൽ സോഹൻ ഇവരൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണ്. പിന്നെ ഈ വിഭാഗങ്ങളും അത് കൂടാതെയാണ് മറ്റുള്ളവരുടെ പേര് പറഞ്ഞത്. എല്ലാവർക്കും ഇവിടെ കടന്നു വന്ന ഓരോരുത്തർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ആവശ്യമാണ്. പ്രാർത്ഥനയില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ തെരഞ്ഞെടുത്ത പുതിയ കമ്മിറ്റികളും ദൈവനാമത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി പലതും ചെയ്യുവാൻ പറ്റുള്ളൂ. ഞങ്ങളെ ബലപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വഹിക്കണം. ദൈവനാമം വാഴ്ത്തപ്പെടുക. ഇപ്പോൾ ഒരു പാട്ടിലെ 2 ശീലകൾ പാടിയിട്ട് അവസാനം ഈ സഭയിലെ പലരായിരിക്കുന്ന ഈ സന്ദീസോരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സന്ദീസോരൻ ഭക്ഷണത്തിനും സ്തോത്രം ചെയ്യുന്നതായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാട്ടിൻ്റെ 2 വരികൾ പാടുക. നമ്മുടെ പാട്ട് സംസാരത്തെ സഹോദരൻ ദൈവം പ്രാർത്ഥനയാണ്. സഹോദരൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ പാട്ട് പാടുന്ന സഹോദരൻ സഹോദരൻ പാട്ട് പാടാനായിട്ട് എനിക്കാണ്. ഒന്നായി നാം ദൂരെ പോയി
പ്രത്യേകമാരാക്കി ഈ ലോകത്തെ ഞങ്ങളാക്കി ആക്കിയിട്ടുള്ളത് അങ്ങനെ ആരാധിപ്പാൻ സുവിശേഷത്തിന് സാക്ഷ്യം കഴിച്ച് ജീവിപ്പാനുമാണ് യഥാർത്ഥമായിട്ട് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിന് പ്രശ്നപരിഹാരവും എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി കേൾക്കാനുള്ളത് ദൈവമായ താഴ്വ സുവിശേഷ ഘോഷണം ലക്ഷ്യമാക്കി ദൈവനാമം ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുക എല്ലാ പ്രിയപ്പെട്ട സഹായിക്കണം ആവശ്യമായ സന്ദേശം നൽകുവാനും ഇടയാക്കിയതോ ചെയ്യുവാനും അത് അനുഗ്രഹപൂർവമായി ചെയ്യുവാനും ഇടയാക്കണമേ വളരെ വിപുലമായ രീതിയിൽ ഞങ്ങൾ ഈ നാടുകളിൽ പല സ്ഥലങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ അനുഗ്രഹത്തിന് കാലമാക്കി തീർക്കണമേ സഹായിക്കണമേ സഭാരോഗ്യയുടെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സഫലീകരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണം ഞങ്ങളുടെ പ്രദേശങ്ങളുടെ ചുറ്റുപാടുകളിൽ സുവിശേഷത്തിൻ്റെതായ സാക്ഷ്യം നിലനിൽപ്പാൻ ദൈവസഭകൾ രൂപം കൊള്ളുക ഇടയാക്കണമേ കടവുകളിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ച് സൂക്ഷിച്ചിരിക്കാനല്ലോ അതിൻ്റെ ആവശ്യങ്ങൾക്ക് നിർവഹിച്ചു കൊടുക്കുകയും ദൈവനാമത്തിനായിട്ട് ദൈവദാസന്മാരെ വിളിക്കുകയും സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളതുപോലെ സർക്കാരുമാരുടെയും സകലത്തെയും ഭരിക്കുന്ന സകലത്തിന്മേൽ ദൈവം ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളവരുടെ നോക്കിക്കൊണ്ട് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്ന സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ചെയ്യുക ഞങ്ങളെ സഹായിക്കണം സകലമായിട്ട് കടന്നു ദൈവം കേൾക്കുവാൻ ജാതിയെ സമ്മതിപ്പാൻ എല്ലാവരെയും കാലാവസ്ഥകളെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സഹിച്ചിട്ടാവെ ദൈവസ്ഥിതിക്കുന്ന ദൈവത്തിൻ്റെതായ ആ സത്യം ഉൾക്കൊള്ളുവാനായിട്ട് അവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ആത്മാവിന്റെ സാന്നിധ്യവും പരിപാലനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അതുപോലെ എല്ലാ സ്ത്രീയും സ്തോത്രമെടുത്തുമായ നാമത്തിൽ താങ്കളുടെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ ഉണ്ടായിരുന്ന സഹവാസം നാം എല്ലാവരും കൂടെ ശേഷാദാസരുടെ ഇപ്പോഴും എപ്പോഴും ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ഞങ്ങൾക്കുള്ളതായ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അത് വഴിക്കുന്നതിനെ ദൈവനാമത്തിനായി ജീവിക്കാൻ സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ